الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. ഏറെ ബഹുമാനമുള്ള എൻ്റെ പിരിസത്തര സഹോദരങ്ങളെ സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഭക്തിയുള്ളവരായി തഖ്വാബോധം കാത്തുസൂക്ഷിച്ചും കൊണ്ട് മുത്തഖീങ്ങളായി ജീവിച്ച് അതേ അവസ്ഥയിൽ മുത്തഖീങ്ങളായി മരിക്കണു വേണ്ടി ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണുണ്ടു. അതുകായി അള്ളാഹുവോട് ദ്വാരക്കണുണ്ടു. എന്നോടും നിങ്ങളെല്ലാവരോടും ആദ്യമായി ഞാൻ ഉത്ബോധിപ്പിക്കരെ, ഉപദേശിക്കരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, ആത്മസംസ്കരണത്തിൻ്റെ മാസമായിട്ടിക്കരെ റമദാൻ, ആത്മവിശുദ്ധിയുടെ മാസമായിട്ടിക്കരെ റമദാൻ, അത് ഞങ്ങളുടെ യാത്ര ചൊന്തു വിട പറഞ്ഞു. നല്ല സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നാം എല്ലാം പെരുന്നാൾ ആഘോഷിച്ചു. ഇപ്പോൾ നാം എല്ലാം ശവ്വാൽ മാസത്തിലെ തുടക്കത്തിലാണ് നാം ഇരിക്കുന്നത്. ഇനി എന്താണ് നാം ചെയ്യേണ്ടത്? നമ്മുടെ നിലപാട് എന്തായിരിക്കണം? നാം ജീവിക്കേണ്ട നമ്മുടെ രീതി എന്തായിരിക്കണം? തുടങ്ങിയ ചില കാര്യങ്ങളായിട്ട് ഉണ്ട്. ഏതാനും കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് മനസ്സിലാക്കണുള്ളത്.
ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് പരിശുദ്ധ റമദാനിനെ നാം ഓരോരുത്തരും ധന്യമാക്കി. ഒരുപാട് സൽകർമ്മങ്ങളൊക്കെ നാം റമദാനിൽ നിർവഹിച്ചു. ഈ സൽകർമ്മങ്ങളൊക്കെ നിർവഹിച്ചത് കൊണ്ട് മാത്രം പരലോകത്ത് നമുക്ക് രക്ഷപ്പെടുക സാധ്യമല്ല. പിന്നെയോ നാം നിർവഹിച്ചതായിട്ടിക്കരെ ഈ സൽകർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പരലോകത്ത് രക്ഷയുള്ളൂ. നാം പകൽ സമയത്ത് വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നോമ്പ് നോറ്റവരാണ്. ആ നോമ്പ് തുറന്ന് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് വീണ്ടും അല്ലാഹുവിൻ്റെ ഭവനിലേക്ക് നാം വന്ന് സുദീർഘമായി ഖിയാമുൽ ലൈൽ നാം നിർവഹിച്ചവരായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം പരിശുദ്ധ ഖുർആനിലെ പേജുകൾ, താളുകൾ മറിച്ചു നോക്കി നാം ധാരാളമായി ഖുർആൻ ഓതി. സക്കാത്ത് കൊടുക്കാൻ അവകാശികളായ ആളുമാർ സക്കാത്തുകൾ കൊടുത്തു, ദാനധർമ്മങ്ങൾ നൽകി. അങ്ങനെ റമദാൻ നമ്മളോട് വിട പറയുന്ന സന്ദർഭത്തിൽ ഫിത്ർ സക്കാത്ത് ഉണ്ട് ചൊല്ലുറേ. നമ്മുടെ നോമ്പിൽ എന്തെങ്കിലും കുന്തുകൊറത്തുകൾ, എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും ഫിത്ർ സക്കാത്തും നാം നൽകി. പക്ഷേ ഇവയെല്ലാം അല്ലാഹുവിൻ്റെ അടുക്കൽ മഖ്ബൂലായെങ്കിൽ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളത് എന്ന യാഥാർത്ഥ്യബോധം നമുക്കുണ്ടാകണം. നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ ചെറിയ ഒരു അധ്യായം, ആ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതിയായിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് അത് മഖ്ബൂലാകാണ്ട് സ്വീകരിക്കാതെ പോയതായിട്ടിക്കരെ ഹതഭാഗ്യരായ, ഭാഗ്യം കെട്ടതായിട്ടിക്കര ഒരു വിഭാഗം. പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ ഒരു അധ്യായം, ഹൽ അതാക ഹദീസുൽ ഗാശിയ ഉജൂഹു യൗമൈദിൻ ഖാശിഅ ആമില നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ നാനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സുപരിചിതമായിട്ടിരിക്കുന്ന ഒരു അധ്യായമാണ്. ആ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് അവിടെ ഉണ്ടാവുന്നതായിട്ടിരിക്കുന്ന ഭയവിഹ്വലമായ, ഭീകരമായ ആ രംഗത്തെ അതിനെ ചൂണ്ടിക്കാട്ടിയും കൊണ്ടാണ് അല്ലാഹു തുടങ്ങുന്നത്. ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഓ പ്രവാചകരെ, എല്ലാത്തിനെയും മൂടുരതായിട്ടിക്കരെ, ആവരണം ചെയ്യരുതായിട്ടിക്കരെ ആ ഖിയാമത്ത് നാളിലെ ആ ഘട്ടനെ, അതിലെ ശുദ്ധി, അതിലെ വാർത്ത താങ്കൾക്ക് വന്നിട്ടില്ലേ? എന്തിനെ മൂടരുത്? ഖിയാമത്ത് നാളിലെ ഒരു പേരായിട്ട് അല്ലാഹു തആല അത് ചൊന്നത് ഗാശിയ. ചൊന്നെങ്കിൽ എല്ലാവർക്കും വല്ലാത്ത ഭയവും പേടിയും ഗാബരിയും കൊണ്ടെല്ലാം മൂടരുതായിട്ടിക്കരെ ഒരു ഘടനയായിട്ടിക്കറ ഖിയാമത്ത് നാളുണ്ട് ചൊല്ലുന്നത്. അങ്ങനെ അല്ലാഹു തആല പിന്നീട് ചൊല്ലുന്നത് വുജൂഹു യൗമഇദിൻ ഖാശിഅ. അണ്ട് ചില മുഖങ്ങൾ വിനമ്രമായിട്ടിരിക്കും, തലഭാഗി കുനിഞ്ഞ് ശിരസിങ്ങനെ തല താഴ്ത്തിയിരിക്കും, അത്രമാത്രം വിനമ്രമായിട്ടിരിക്കും. ആമില, ചെമ്മെ പരിശ്രമിച്ച് അധ്വാനിച്ച് ദുന്യാവിൽ ജീവിച്ച മുഖം കൊണ്ട് ചെന്നാൽ വ്യക്തികളാണ്. കാരണം മനുഷ്യൻ്റെ ദേഹത്തിൽ പ്രകടമാകുന്ന ഭാഗമാണ് മുഖം. അത് ഖുർആനിലെ ഒരു പ്രയോഗമാണ്. മുഖങ്ങൾ ചൊന്നാൽ അതിലെ വ്യക്തികൾ എന്ന ഉദ്ദേശമാണ്. അപ്പം പണ്ട് ദുന്യാവിൽ ചെമ്മ മെഹനത്താക്കിയ, ചെമ്മ പരിശ്രമമാക്കിയതായിട്ടിക്കരെ ഒരുപാട് വ്യക്തികൾ. എന്നാൽ നാസിബ, അങ്ങ് ആ പരിശ്രമങ്ങളൊക്കെ പാഴായിപ്പോയിട്ട് അങ്ങ് വല്ലാതെ ക്ഷീണിച്ചവരായിരിക്കും. എന്തേ ഞങ്ങളുടെ പരിശ്രമം പാഴായിപ്പോയത്?
ഒന്നുകിൽ അങ്ങ് ചെയ്തതായിരിക്കര കർമ്മങ്ങൾ കേവലം ഭൗതികമായിട്ടിക്കരെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും, അഥവാ ചില കെട്ട സമ്പ്രദായങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും അങ്ങ് ചെയ്തതായിട്ടിക്കര ആ കർമ്മങ്ങൾ. അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മുടെ ഓർമ്മയിൽ വേണം. എന്നിട്ട് എന്താണ് അല്ലാഹു തആല ചൊല്ലുന്നത്? തസ്ലാ നാറൻ ഹാമിയ, ചുട്ടുപൊള്ളരെ തിളക്കരുതായിട്ടിക്കര നരകാഗ്നിയിലേക്കാണ് അങ്ങ് പോവുന്നത് ഉണ്ട്. ചെമ്മ പരിശ്രമിച്ചങ്ങോ ആ പരിശ്രമങ്ങളൊക്കെ പാഴായിപ്പോയി. കുറെ ആൾമാർ നമുക്ക് കാണുക സാധിക്കും, റമദാൻ കഴിഞ്ഞാൽ അങ്ങക്ക് വലിയ പ്രതീക്ഷയാണ് ചില ആൾമാർക്കുള്ളത്, അമിതമായിട്ടിക്കര പ്രതീക്ഷയാണ്. ഞങ്ങൾ ഇത്രയെല്ലാം അമലുകൾ ചെയ്തിട്ട് ഇത്രയെല്ലാം ഇബാദത്തുകൾ ചെയ്തിട്ട് നമുക്ക് സ്വർഗം കിട്ടിയില്ല എങ്കിൽ പിന്നെ ആർക്കാണ് സ്വർഗം കിട്ടരുതിട്ടുള്ള ഒരു അമിതമായ പ്രതീക്ഷ. ഇത് അപകടകരമാണ്, ഇത് അത്യന്തം അപകടകരമാണ്. നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? മുൻഗാമികൾ ചെന്നകാർ സലഫുകൾ അല്ലേ? സലഫുകളുണ്ട് ചെന്നെങ്കിൽ മുൻഗാമികൾ ആരാണ്? സലഫുകളുണ്ട് ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നിട്ട് നേരിട്ട് ദീന് പഠിച്ചതായിട്ടിക്കരെ നബിയുടെ അനുയായികൾ, നബിയുടെ ശാഗിർദുമാർ, ശിഷ്യന്മാർ, സന്തത സഹചാരികൾ, അതായിട്ടിക്കര് നബിയെ കണ്ട് നബിയിൽ വിശ്വസിച്ച് ആ വിശ്വാസം അവസാനം വരെ കാത്തു സൂക്ഷിച്ചവർക്കാണ് സഹാബികളുണ്ട് ചൊല്ലുന്നത്. ആ സഹാബികളുടെ ആ കാൽഹജ്ജകൾ പിമ്പറ്റി ജീവിച്ച അങ്ങക്കായിട്ടിക്കര് താബിഈങ്ങളുണ്ട് ചൊല്ലുന്നത്. അങ്ങനെ ഫോളോ അപ്പ് ആക്കിയ ആൾമാർക്കായിട്ട് താബിഈങ്ങളുണ്ട് ചൊല്ലുന്നത്. അങ്ങ് ആരും ഇങ്ങനെ ഒരു അമിത പ്രതീക്ഷ അങ്ങ് വെച്ചിരുന്നില്ല. അങ്ങനെ ഇബാദത്തുകൾ, അങ്ങനെ സൽകർമ്മങ്ങൾ റമദാനിൽ നമ്മളതിനേക്കാളും നമ്മൾ ചെയ്യരുതിനേക്കാളും എത്രയോ ഇരട്ടി അധികം. എന്നിട്ടും അവരാരും അമിത പ്രതീക്ഷകൾ വെച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചരിത്രം പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാം എന്തായിട്ടും ഈ സലഫുകളായ മുൻഗാമികളായ ആളുമാരുടെ അവസ്ഥ. റമദാൻ കഴിഞ്ഞാൽ അങ്ങനെ അവസ്ഥ എന്തായിട്ടും ചരിത്രത്തിൽ നമുക്ക് കാണുക സാധിക്കും. കാന സലഫു യബ്കൂന സിത്തത അശ്ഹുരിൻ ബഅദ റമദാൻ, റമദാൻ കഴിഞ്ഞാൽ 6 മാസക്കാലം അങ്ങ് ബുൾപുട്ടോണ്ടുണ്ടായിരുന്നു. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ നോമ്പ്, നമ്മുടെ ഖിയാമുൽ ലൈൽ, നമ്മുടെ തിലാവത്തുൽ ഖുർആൻ, നമ്മുടെ സദഖാത്ത്, അമാലുകൾ അത് അല്ലാഹ് സ്വീകരിച്ചിരിക്കുമോ ഇല്ലേ എന്ന പേടി കൊണ്ട് അങ്ങ് ബുൾപുട്ടോണ്ടുണ്ടായിരുന്നു. ഇതാണ് മുൻഗാമികളുടെ അവസ്ഥ. എന്നിട്ടല്ലേ നമുക്ക് അമിതമായ പ്രതീക്ഷ ഉണ്ടാകരുത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരെ പ്രാർത്ഥനകൾ ഖുർആനിൽ നമുക്ക് കാണാം. സൂറത്തുൽ ബഖറയിൽ അല്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പൊന്നോമന പുത്രനായിട്ടിക്കരെ ദബീഹുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമും അങ്ങ് രണ്ടുപേരും കഅബാലയത്തിലെ അടിപായം അതിൻ്റെ ഫൗണ്ടേഷൻ അങ്ങ് ഉയർത്തിക്കെട്ടി ആ സമയത്ത് അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഖുർആൻ നമുക്ക് ചൊന്നുന്നുണ്ട്. ചെമ്മ പ്രാർത്ഥനകൾ അവിടെ കാണാം. അങ്ങ് പ്രാർത്ഥിക്കരുത്. ഖുർആൻ നിങ്ങൾ ഓതുമ്പോൾ നിങ്ങൾക്കത് പിടിയാവും. അല്ലാഹുവേ, ഞങ്ങളെ നീ നിക്ക് പൂർണ്ണമായിട്ടും ശരണാഗതരാകരെ മുസ്ലിമീങ്ങളാക്കണം അല്ലാണ്ടങ്ങ് പ്രാർത്ഥിക്കാറ്. അതേപോലെ തന്നെ നിനക്ക് പൂർണ്ണമായും നിൻ്റെ ആജ്ഞ അനുസരിക്കരുതായിട്ടിക്കരെ പൂർണ്ണമായും നിക്ക് ശരണാഗതരാകരെ ഒരു സമുദായത്തെ എന്നിൽ നിന്നിട്ട് നീ തരണമല്ലാണ്ടങ്ങ് പ്രാർത്ഥിക്കാറ്. അല്ലാഹുവേ, എൻ്റെ സമുദായത്തിൽ നിന്റെ വേദഗ്രന്ഥം ഓതി കേൾപ്പിച്ച് മനുഷ്യരെ ശുദ്ധീകരിക്കരുതായിട്ടിക്കരെ ഒരു സന്ദേശവാഹകരെ നീ നിയോഗിക്കണമല്ലാണ്ടങ്ങ് പ്രാർത്ഥിക്കാറ്. ഇങ്ങനെ ചെമ്മ പ്രാർത്ഥനകളെല്ലാം നടത്തരുത്. ആദ്യമായിട്ട് ഫസ്റ്റ് അങ്ങ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്തിനെ? റബ്ബനാ തഖബ്ബൽ മിന്നാ അല്ലേ? അതാണ് വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവായിദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അങ്ങ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തതായിട്ടിക്കരെ ഈ ഒരു ചെറിയ ഒരു സേവ നിനക്ക് നിന്റെ മാർഗത്തിൽ
നിന്നെ മാത്രം ഇബാദത്തെടുക്കണക്ക് വേണ്ടി ഉണ്ടാക്കിയതായിട്ടിക്കര ഒരു പള്ളി, നിനക്കുള്ള ഒരു ഭവനം, ഇതൊരു ചെറിയ ഒരു സേവ. അതും അള്ളാഹു കൽപ്പിച്ചിട്ടാണ് അങ്ങ് ചെയ്യരുത്. അത് നീ സ്വീകരിക്കണം, അല്ലാ നീ കബൂലാക്കണം റബ്ബേട്ട്. എത്ര വലിയ അള്ളാഹുവിനെ ഒറ്റ ചങ്ങാതിയായിട്ടിക്കര ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നാവിൽ നിന്നും അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ വരണ്ടേ? നിരന്തരമായ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. റമദാൻ കഴിഞ്ഞാൽ 2 വിഭാഗമാവൂ. റമദാൻ കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ 2 ഗ്രൂപ്പുകളാവുറാറ്. ഗ്രൂപ്പുണ്ട് ചൊല്ലുമ്പോഴത്തേക്ക് ഇണ്ടത്തെ ഗ്രൂപ്പുണ്ട് വിചാരിക്കേണ്ട. ഇണ്ടൊക്കെ മനുഷ്യന്മാരിൽ ആ ഗ്രൂപ്പല്ല ഞാൻ ചൊല്ലുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ നാളെ ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നത് പോകുന്ന ഗ്രൂപ്പായിട്ടിക്കറ. അതിൽ 1ാമത്തെ ഗ്രൂപ്പ് ഉണ്ട് ചെന്നെങ്കിൽ സൗഭാഗ്യവാന്മാരായിട്ടിക്കറാറവർ. അതാണ് 1ാമത്തെ ഗ്രൂപ്പ്. ആരാണ് സൗഭാഗ്യവാന്മാർ ഉണ്ട് ചെന്നെങ്കിൽ? സൗഭാഗ്യവാന്മാരാണ്ട് ചെന്നെങ്കിൽ അങ്ങ് റമദാനിൽ എങ്ങനെ ജീവിച്ചാറ്, എങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്താറ്, അതിൽ അചലരായിട്ട് ഒരു ചാഞ്ചല്യവുമില്ലാണ്ട് അതേ നിലക്ക് നിരന്തരമായി കണ്ടിന്യൂ ആക്കിയ ആളുമാർ. ഇസ്തിഖാമത്തിൻ്റെ ചൊല്ലുന്നത് സ്ഥിരമായി നിന്നാറ്. ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ ചേഞ്ചസ് ഉണ്ടായില്ല, ചാഞ്ചല്യം ഉണ്ടായിട്ടില്ല. അതാണ് ഖുർആനിൽ അല്ലാഹു തആല ഞങ്ങളെ പറ്റി ചൊല്ലുന്നത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഞങ്ങളെ റബ്ബ് അല്ലാഹുണ്ട് ചൊന്തു നാവിൽ ചൊന്നതല്ല. അല്ലാഹുണ്ട് ചൊന്തു പിന്നെ അല്ലാഹുരെ വിട്ടിട്ട് ഇങ്ങനെ നിങ്ങളെ സ്വർഗത്തേക്ക് പോയതല്ല. അതിലവർ ഉറച്ചു നിന്നാറ്. അചലരായിട്ട് ഒരു ചാഞ്ചല്യവുമില്ലാതെ സ്ഥിരമായിട്ട് അതിൽ ഉറച്ചു നിന്നാറ്. അങ്ങക്കോ പേടിക്കൊണ്ടില്ല, അങ്ങ് ദുഃഖസ്ഥരാകേണ്ട ആവശ്യവുമില്ല. അല്ല ചൊല്ലുറോ. കാരണം ഉലൈക അസ്ഹാബുൽ ജന്ന, അങ്ങ് സ്വർഗാവകാശികളാണ് അല്ലാഹു തആല ചൊല്ലുറോ. 2ാമത്തെ വിഭാഗമായിട്ടിക്കറ അൽ അഷ്ഖിയാ, ഹതഭാഗ്യന്മാർ, ഭാഗ്യം കെട്ടവർ, ദൗർഭാഗ്യവന്മാർ. ആരായിട്ടിക്കറാർ ഈ ദൗർഭാഗ്യവന്മാർ? റമദാനിലൊക്കെ നല്ല ഇബാദത്തിലങ്ങ് മുഴുകിയാറ്. രാത്രിയും പകലും ഇബാദത്താണ്. ഖുർആൻ ധാരാളം ഓതിയാറ്, എല്ലാം ചെയ്താറ്. പക്ഷേ റമദാൻ അങ്ങ് കഴിഞ്ഞപ്പോൾ നിയന്ത്രണം പോയിട്ട്, നിയന്ത്രണം കിട്ടുത്തോ. ലഗാം കടിഞ്ഞാണ് പൊട്ടിച്ച കുതിര മാതിരി കടിഞ്ഞാണൊക്കെ പൊട്ടിപ്പോയി ഞങ്ങളത്. അങ്ങ് എന്തെല്ലാം റമദാനിൽ പിടിച്ചു വെച്ചാറ്, എന്തെല്ലാം അങ്ങ് കാത്തു സൂക്ഷിച്ചാറ്, അതെല്ലാം പൊട്ടിച്ചു കളഞ്ഞാറങ്ങോ. ജയിലിൽ നിന്നിട്ട് റിലീസായവനെ പോലെ, വിടുകടയായവനെ പോലെ സ്വതന്ത്രനായി എന്ത് തെമ്മാടിത്തം ഇനി ചെയ്യാമെന്ന അവസ്ഥയിൽ. അതാണ് അഷ്ടിയ. ഈ 2 ഗ്രൂപ്പിൽ നാം ഏത് ഗ്രൂപ്പിലാകണം എന്ന് നാം ഓരോരുത്തരും ഇവിടെ ആത്മപരിശോധന നടത്തേണ്ട സമയമാണ്. വളരെ ഗൗരവമായി നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു സുന്ദരമായിട്ടിക്കര ഒരു ഉദാഹരണം നമുക്ക് അല്ലാഹു തആല ചൊന്നുന്നുണ്ട്. ഒരു നല്ല മനോഹരമായിട്ടിക്കര ഒരു ഉദാഹരണമായിട്ടിക്കര അല്ലാഹു തആല നമുക്ക് ചൊന്നു തന്നത് ഒരു പെണ്ണിരെ ഉദാഹരണമാണ്. ഒരു പെണ്ണിരെ ഉദാഹരണമാണ് അല്ലാഹു നമുക്ക് ചൊന്തേണ്ടത്. ആ പെണ്ണ് മക്കയിലുണ്ടായിരുന്ന ഒരു പെണ്ണായിട്ടിക്കറ. എന്തിനാ ആ പെണ്ണിനെ പണിയിട്ട് നിങ്ങൾക്ക് പിടിയുണ്ടോ? ആ പെണ്ണ് എപ്പോഴും നൂച്ചർ ഇങ്ങനെ നൂല് നൂക്കുരണ്ട് ചൊല്ലുന്നു. നൂല് നൂത്തുന്നില്ലേ, അങ്ങനെ നൂച്ചറിങ്ങനെ കെട്ടി നല്ല വള്ളി ഉണ്ടാക്കരുത്. വള്ളി ഉണ്ടാക്കണതിൽ കുറേ നൂച്ചറൊക്കെ ഇങ്ങനെ മടിച്ച് ഇങ്ങനെ വെക്കണമല്ലോ. പക്ഷേ ആ പെണ്ണെന്താക്കുന്നില്ല, അതിനെ തലഭാഗത്ത് കെട്ടിടാതെ അത് പിന്നെ ഇങ്ങനെ തുണ്ടായിട്ടത് പോകൂ. അതിങ്ങനെ അയിഞ്ഞ് പോകൂ. ഈ പെണ്ണ് പണിയെടുത്തതൊക്കെ എന്ത് കാര്യമാണുള്ളത്? ഇതുപോലെ നിങ്ങൾ ആകരുത്. ആ പെണ്ണിനെ ചൂണ്ടിയിട്ട് അല്ലാഹു തആല ചൊല്ലുറു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു ചൊല്ലുറു
വലാ തകൂനൂ കല്ലതി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. ഓ മനുഷ്യരെ, നിങ്ങൾ അതാ പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത്. ഏത് പെണ്ണ്? ആ പെണ്ണുണ്ടല്ലേ, അവളിങ്ങനെ നൂലിങ്ങനെ നോത്ത് നല്ല ഭദ്രമായ നിലക്ക്, നല്ല ശക്തമായ നിലക്ക് കുറേ നൂലിങ്ങനെ അവളിങ്ങനെ നൂൽക്കുന്നു. എന്നിട്ട് അതിനെ തുണ്ടാക്കി വിടുന്നു. അതിനെ കഷ്ടമാക്കറ്. അതിനെ അറ്റത്തിൽ, അതിനെ അവസാനത്തിൽ കെട്ടിടണക്ക് പോകുന്നില്ല ആ പെണ്ണ്. അതുകൊണ്ട് ആ നൂത്തതായിരിക്കുന്ന നൂലുണ്ടല്ലേ, അത് നിഷ്ഫലമായിട്ടിക്കറ്. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ കെട്ടിടണക്ക് മറക്കരുതേ. അതേ, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ നിഷ്ഫലമാക്കരുത് എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു ഉദാഹരണം ചൊല്ലുന്നു. നമ്മുടെയൊക്കെ അവസ്ഥ ഈ പെടരെ പോലെയാണ്, പലരുടെയും, എല്ലാവരുടെയും അല്ല, പലരുടെയും. അതുകൊണ്ട് പൂർവികരായ പണ്ഡിതന്മാർ ഞങ്ങളെ കിതാബിൽ എഴുതി വെച്ച ചില സംഗതികൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്തിനെ? ബിഇസൽ ഖൗം ലാ യഅരിഫൂന അല്ലാഹ ഹഖ്ഖാ ഇല്ലാ ഫീ ശഹ്രി റമളാൻ. ഒരു ഖൗം ഏറ്റവും കെട്ട വിഭാഗമാണ്, നല്ല വിഭാഗം ഉണ്ടല്ല. പൂർവികരായ പണ്ഡിതന്മാർ ചൊല്ലുന്നത് ആരാണവർ? ലാ യഅരിഫൂന അല്ലാഹ ഹഖ്ഖാ ഇല്ലാ ഫീ ശഹ്രി റമളാൻ. റമളാൻ മാസം വരുമ്പത്ത് മാത്രമാണ് നിങ്ങൾക്ക് അല്ലാഹുവിനെ നെനപ്പുണ്ടാവുന്നത്. റമളാൻ മാസം വരുമ്പത്ത് മാത്രമാണ് അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കരുത്. റമളാൻ മാസം വരുമ്പത്ത് മാത്രമാണ് ജാവും പകരും ഇങ്ങനെ ഉറക്കമായി ഞങ്ങൾ ഇബാദത്ത് എടുക്കരുത്. അങ്ങനെ കുറെ ചിന്താഗതിയുള്ള ആളുണ്ട്, ഒക്കെ പിടിയുണ്ടത്. ടൗൺ ഭാഗത്തൊക്കെ പോയാൽ ഇവിടുന്ന് ആളുകൾ ഇങ്ങനെ കാണാം. റമളാനിലൊക്കെ രാത്രി പകലും നമുക്ക് പിടിയാതിരി എവിടുന്ന് വന്നതുണ്ട്, ഉറക്കം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിയെടുക്കാറ്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ അവരെ കാണുന്നില്ല. വിടയത്തില്ലേ? പിന്നെ ഞങ്ങളെ കാണണമെങ്കിൽ അടുത്ത റമളാൻ ആവണം. ഇവരെ പറ്റിയാണ് പൂർവസൂരികളായ പണ്ഡിതന്മാർ ചൊല്ലുന്നത്. റമളാൻ മാസത്തിൽ മാത്രം അല്ലാഹുവിനെ നെനപ്പാക്കര ഒരു കൂട്ടം ആളുകൾ. റമളാൻ മാസത്തിൽ മാത്രം അല്ലാഹുവിനെ ഓർക്കര, അല്ലാഹുവിനെ മാത്രം പരിചയപ്പെടുന്ന ആളുമാർ അങ്ങ് എത്ര കെട്ടവരാണ്, വളരെ മോശപ്പെട്ടവരാണ്. എന്നിട്ട് പിന്നെയും ചൊല്ലൂർ പണ്ഡിതന്മാർ, ഫൈന റബ്ബ ശുഹൂരി വാഹിദുൻ, എല്ലാ മാസങ്ങളുടെയും റബ്ബ് ഒന്നാണ്. റബ്ബു റമളാൻ ഹുവ റബ്ബു ശവ്വാൽ. റമളാൻ റബ്ബ് തന്നെയാണ്, ശവ്വാൽ റബ്ബും റബ്ബ് മാറുന്നില്ല. പക്ഷെ നിങ്ങൾ മാറിയാറ് അല്ലേ? എത്ര നല്ല അർത്ഥവത്തായ പുളക്കമാണ്. ഫഇന്ന അലാമത ഖബൂലിൽ ഹസന ഇത്ബാഉഹാ ബിൽ ഹസനാത്ത്. ഒരു മനുഷ്യന്റെ ഇബാദത്ത് അല്ലാഹു തആല സ്വീകരിച്ചു എന്നതിന് അടയാളമുണ്ടല്ലേ, അവൻ പിന്നെയും ഹസനാത്ത് മുൻവരിക്കുന്നതിലാണ്. ചെന്നെങ്കിൽ നമ്മളിപ്പോൾ റമദാൻ ഇബാദത്ത് ചെയ്തത് അല്ലാഹു തആല സ്വീകരിച്ചില്ല, അല്ലാഹ് മാത്രമാണ് പിടിയുള്ളത്. എങ്കിലും ചില പണ്ഡിതന്മാർ ചൊല്ലൂർ നമുക്കൊരു ഏകദേശം ഒരു ധാരണയിൽ നമുക്ക് എത്തുകാവുറുണ്ടു. പണ്ഡിതന്മാർ അങ്ങനെ ചൊന്തൂർ അവരെ കിതാബിലൊക്കെ എഴുതിയിര്. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മഹുല്ലാ അദ്ദേഹമൊക്കെ എഴുതിറി, നമുക്ക് ഒരു ഏകദേശം ഒരു ധാരണ നമ്മുടെ അമലുകൾ സ്വീകരിച്ചു. അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? റമളാനിൽ അവൻ ചെയ്തതായിരിക്കുന്ന ഓരോ അമലുകൾ അത് പിന്നെയും അവൻ എന്താക്കറ, അതേ നിലക്ക് അവൻ തുടർന്ന് പോകറ എങ്കിൽ അവൻ്റെ അമലുകൾ അല്ലാഹു തആല ഖബൂലാക്കി എന്നതിനെ ഒരു ലക്ഷണമാണ്. എന്നിട്ട് അവർ ചൊല്ലുന്നു, ഫദ്കുറു ഖൗലല്ലാഹ് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ വാക്ക് നിങ്ങൾ ഓർക്കൊരു മനുഷ്യരെ, അല്ലാഹു തആല ഖുർആനിൽ ചൊന്നലല്ലേ, അല്ലാഹു തആല മുത്തഖീങ്ങളിൽ നിന്നിട്ട് മാത്രമാണ് സ്വീകരിക്കുന്നത്. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത്. മുത്തഖീങ്ങളിൽ ചെന്നെങ്കിൽ തഖ്വയുള്ളവർ അല്ലേ? റമളാൻ നോമ്പുടെ ഉദ്ദേശം അതല്ലേ? ലഅല്ലക്കും തത്തഖൂൻ എന്നല്ലേ അല്ലാഹു തആല ചൊന്നത്? തഖ്വയുള്ളവരാകണക്ക് വേണ്ടിയിട്ട് തഖ്വാണ്ട് ചൊല്ലരുത്. എപ്പോഴെങ്കിലും കുറഞ്ഞ നേരത്തെ കൊണ്ടെങ്കിൽ മയ്യോ, മരിക്കുന്നത് വരെ നിലനിർത്തേണ്ടതാണ്. അങ്ങനെ ആര് നിലനിർത്താറ്? ഞങ്ങളുടെ സൽകർമ്മങ്ങൾ മരിക്കുന്നത് വരെ അവരുടെ കർമ്മങ്ങൾ മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. അല്ലാത്തവരുടെ കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കൂല. അത് അല്ലാഹ്ക്ക് വേണ്ടാണ്ട് അല്ലാഹു തആല ചൊല്ലുന്നത്. അങ്ങനെ വേണ്ട അങ്ങനത്തെ ഒരു കർമ്മം. പ്രിയമുള്ള സഹോദരങ്ങളെ, റമളാൻ
അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഒരു അതിഥിയായിട്ടെന്ത്, ഒരു ഗസ്റ്റായിട്ടെന്ത്. അതൊരു മദ്രസ പോലെയാണ്. റമദാനുണ്ട് ചൊന്നെങ്കിൽ അത് നമുക്കൊരു പാഠശാലയാണ്, മദ്രസയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനാകുന്ന മദ്രസയിൽ നമുക്ക് അഡ്മിഷൻ തന്നു. അങ്ങനെ ആ പാഠശാലയിൽ നിന്നിട്ട് നാം പുറത്തിറങ്ങിയവരാണ്. പിടിയത്തില്ലേ? റമദാനാകുന്ന മദ്രസ അടി ചൊല്ലുമ്പത്തു നമ്മുടെ ഓർമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നിട്ട് ദീന് പഠിച്ചതായിട്ടിക്കര ആ പാഠശാലയെ നമുക്ക് ഓർമ്മ വേണം. ആ പാഠശാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നിട്ട് ദീന് പഠിക്കുന്ന ആ ഒരു പാഠശാല ഉണ്ടല്ലേ, റസൂലുള്ളാഹിയിൽ നിന്നിട്ട് ദീന് പഠിച്ച ആ പാഠശാല പുറത്തിറങ്ങിയതായിട്ടിക്കര സഹാബത്ത് എങ്ങനെയായിരുന്നു അത് നാം ഓർമ്മിക്കണം. ഇതുപോലെയാകണം റമദാനുണ്ട് ചൊല്ലുന്നത്. അതൊരു പാഠശാല, ഒരു മദ്രസ അള്ളാഹു നമുക്കൊരു അതിഥിയായിട്ട് നമുക്ക് നൽകിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൽ തൗഫീഖും നൽകി. ഇനി അതിനെ നാം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയായിട്ട് കയറി. ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ടത് പ്രിയമുള്ളവരെ നമ്മുടെ ആദർശമാണ്. നമ്മുടെ ആദർശമാണ് ഏറ്റവും അധികം നാം കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയേക്കാളും ചെമ്മയായിട്ട്, നമ്മുടെ ജീവനേക്കാളും ചെമ്മയായിട്ട് നാം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആദർശമാണ്. ആ ആദർശത്തിന് അല്ലാഹുവിൻ്റെ റസൂൽ പേര് നൽകിയത് അൽ മഹജ്ജത്തുൽ ബൈളാ. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. ഓ മനുഷ്യരെ, ഓ മുഅ്മിനുകളെ, നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകരുത്. അതറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ, നല്ല വെളുത്ത രാജപാതയാണ്. ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകരെ. നമ്മുടെ ആദർശം അല്ലാഹുവിൻ്റെ റസൂൽ ചൊന്ന രാജപാതയാണ്. ലൈലുഹാ കനഹാരിഹാ, രാജാവുണ്ട് ചൊന്നെങ്കിൽ പോലു പോലെയാണ്, രാത്രി ഉണ്ട് ചൊന്നെങ്കിൽ ഹകല് പോലെയാണ്. അതിൽ രാത്രിയില്ല, കത്തലകളില്ല, ഡാർക്ക്നെസ്സുകളില്ല, ഇരുട്ടുകളില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന രാജപാതയാണ്. ആ രാജപാതയിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. അൽഹംദുലില്ലാഹ്, തൗഹീദിൻ്റെ രാജപാതയിലാണ് പ്രിയമുള്ളവരെ നാം സഞ്ചരിക്കുന്നത്. നമുക്ക് നല്ല പോലെ ഓർമ്മയുണ്ടാകണം. നമ്മുടെ ആദർശം എന്തിനെ, നാം ഏത് ആദർശമാണ് സ്വീകരിച്ചിട്ടുള്ളത്? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മഹജ്ജത്തുൽ ബൈളാ, തൗഹീദിൻ്റെ രാജപാതയിലാണ് നാം സഞ്ചരിക്കുന്നത്. സലഫിയത്തിൻ്റെ രാജപാതയിലാണ് നാം സഞ്ചരിക്കുന്നത്. ഖുർആനും സുന്നത്തിൻ്റെയും രാജപാതയിലാണ് നാം സഞ്ചരിക്കുന്നത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ രാജപാതയിലാണ് നാം സഞ്ചരിക്കുന്നത്. അതിൽ നാം അടിയുറച്ചു നിൽക്കണം. നിമിഷങ്ങൾ കൊണ്ട് ആദർശങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കേ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്, അല്ലേ? നിമിഷങ്ങൾ കൊണ്ട് ആദർശങ്ങൾ മാറി മറിയറ്. അല്ലാഹുവിൻ്റെ റസൂൽ എന്തെല്ലാം നമുക്ക് മുന്നറിയിപ്പ് നൽകിയോ, പ്രവചനം നൽകിയോ, അതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കാലത്ത് നല്ല മുവഹിദായ മുസ്ലിമായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി മാറുന്നു. ചിന്തിച്ചു നോക്കി നിങ്ങൾ, അല്ലേ? അതല്ലേ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആർക്കും എന്തും ഇസ്ലാമിനെ ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ, എന്ത് തോന്നിവാസങ്ങൾ പറയുന്ന അവസ്ഥ, തഖ്വയുള്ളവർക്ക് പോലും കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നതുപോലെ തീരെ കട്ട കയ്യിൽ പിടിച്ചതുപോലെയായിരിക്കും. തീരെ കട്ട കയ്യിൽ പിടിച്ചാൽ എത്ര നേരം പിടിക്കാനാവും? തീരെ കട്ട ഒരു കുറച്ച് നേരം ഇങ്ങനെ കയ്യിൽ പിടിച്ച് പിന്നെ ഇങ്ങനെ താഴോട്ടും. ഇതുപോലെയായിരിക്കും ദീനിന്റെ അവസ്ഥ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ കാലഘട്ടത്തിലാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എവിടെ നോക്കിയാലും ഫിത്നകളും ഫസാദുകളുമാണ് മുസ്ലിംകളുടെ ഇടയിൽ തന്നെ. അല്ലാഹുവിൻ്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയ എൻ്റെ സമുദായമായിട്ടിക്കരെ നിങ്ങൾ പരസ്പരം കൊല്ലുരെ, പരസ്പരം പെരടിവെട്ടിരെ, പരസ്പര രക്തചീന്തര ഒരു സമുദായമായി നിങ്ങൾ മാറും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ചൊന്നത് ആ കാലഘട്ടത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കണം, അല്ലേ? എല്ലാ ബടക്കത്തരങ്ങൾ നോക്കിയാലും അവിടെ ഉള്ളത്, ചെമ്മയുള്ളത് നമ്മുടെ ആളുമാരാണ്. കള്ളിന് പിന്നാലെ, മയക്കുമരുന്നിന് പിന്നാലെ, മാദകദ്രവ്യത്തിന് പിന്നാലെ, ഡ്രഗ്സിന് പിന്നാലെ നിങ്ങൾ നോക്കി
മനുഷ്യർക്ക് എന്തെന്ന് ബോധമില്ല, അബോധാവസ്ഥയിലാണ്. എന്ത് ചെയ്യണം? ആരാണ്? സ്വന്തം ഉമ്മനെയും അപ്പനെയും കൊലപ്പെടുത്തുന്നു, മക്കളെ കൊലപ്പെടുത്തുന്നു, അല്ലേ? ഭാര്യ ഭർത്താവിനെ കൊലപ്പെടുത്തുന്നു, ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തുന്ന സുബ്ഹാനല്ലാഹ് പരീക്ഷണങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വളരെയേറെ ജാഗ്രത നമുക്കുണ്ടാകണം, വളരെയേറെ ജാഗ്രതയുണ്ടാകണം. മുസ്ലിമീങ്ങൾക്ക് ശത്രു മുസ്ലിമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുറേ കൊല്ലങ്ങൾ മുമ്പ് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ആരാണ് മുസ്ലിമിൻ്റെ ശത്രു ഉണ്ട്, അല്ലേ? ആരാണ് മുസ്ലിമിൻ്റെ ശത്രു ചെന്നെങ്കിൽ എല്ലാവർക്കും അറിയാം ആരാണ് മുസ്ലിമിൻ്റെ ശത്രു ഉണ്ട്. യഹൂദികൾ മുസ്ലിമിൻ്റെ ശത്രുവാണെന്ന് എല്ലാവരും പറയുമായിരുന്നു. ജൂതന്മാർ മുസ്ലിമികളുടെ ശത്രു, നസാറാക്കൾ ക്രിസ്ത്യാനികളുടെ, ഇസ്ലാമിൻ്റെ മുസ്ലിമികളുടെ ശത്രു. കാരണം എന്താണ്? മഗ്ലൂബി അലൈഹിം ഗൈറുൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് നമ്മളോട് അരക്കാൻ വേണ്ടി ചൊല്ലുന്നതാണല്ലോ. വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. സിയോണിസ്റ്റുകൾ മുസ്ലിമിങ്ങളുടെ ശത്രുക്കളാണ്, അല്ലേ? ഓറിയന്റലിസ്റ്റുകൾ, അതേപോലെ തന്നെ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നതായിട്ട് വെസ്റ്റേൺ കൺട്രീസിലെ അവിടുത്തെ ഭരണാധികാരികളും അവിടുത്തെ ആരെല്ലാം ഉണ്ടാക്കുക അവരെല്ലാം ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് എന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടോ? മുസ്ലിമീങ്ങളുടെ ശത്രു മുസ്ലിമീങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അള്ളാഹുവോട് നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്. അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ നീ ഈ ദീനിൽ, ഈ ആദർശത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണം. അല്ലാ, ഈ ആദർശത്തിൽ നീ അടിയുറപ്പിച്ചു നിർത്തണം. ഇത് നാം നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നക്ക് പ്രശ്നമല്ല, നായല്ല തൗഹീദിലുള്ള നക്കെന്ത്? ഇത് അപകടകരമാണ് ഈ ചിന്താഗതി. എന്ത് സംഭവിക്കുമെന്ന് ചൊല്ലുക സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. റബ്ബേ, ഞങ്ങൾ നീ തെറുതപ്പാട്ടല്ല അല്ലാ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുന്നതായിട്ട് മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ വ ഇമാമിനാ വഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ യാത്ര ചൊന്ന് ശവ്വാലിൽ പ്രവേശിച്ച നാം മനസ്സിലാക്കി വെക്കേണ്ട ചില പ്രധാനമായ പോയിൻറ്റ്സുകളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അതിലേറ്റവും പ്രധാനമായത് നാം ചെയ്തതായിരിക്കുന്ന സൽക്കർമ്മങ്ങൾ അത് കബൂലാക്കണക്ക് വേണ്ടി, സ്വീകരിക്കണക്ക് വേണ്ടി നാം എപ്പോഴും ദുആ ഇരുന്നു കൊണ്ടിരിക്കണം, അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇത് ഏറ്റവും പ്രധാനമാണ്. രണ്ടാമത്തെ പോയിൻറ്റ്, നമ്മുടെ ഈമാൻ, നമ്മുടെ അമലുകൾ അത് നിലനിർത്തണം. അതൊരിക്കലും തകർന്നു പോകാതെ കാത്തു സൂക്ഷിക്കണം. റമദാനിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നാം ശീലിച്ചുവോ അത് നാം നിലനിർത്തണക്ക് വേണ്ടി നാം പരിശ്രമിക്കണം. അതിൽ പ്രധാനമായത് നോമ്പ് തന്നെയാണ്, ഒരു സംശയമില്ല. നോമ്പാണ്. നോമ്പ് നമുക്ക് ഇനിയുമുണ്ട്. പ്രത്യേകിച്ചും ഈ ശവ്വാലിൻ്റെ 6 നോമ്പ് നമ്മുടെ കൂട്ടത്തിൽ പലരും നോമ്പ് നോറ്റിട്ടുണ്ടാകും. പല പുരുഷന്മാരും സ്ത്രീകളൊക്കെ നോമ്പ് നോറ്റിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ ആളുകളൊക്കെ അത് ഉപേക്ഷിക്കുന്നു. നല്ല നോമ്പ് പിടിക്കാൻ കഴിയുന്ന ആളുകൾ തന്നെ അത് ഉപേക്ഷിക്കുന്നു. കാരണം അവരുടെ വിചാരം എങ്ങനെയാണ്? അതൊരു മാമൂലി നോമ്പല്ലേ ഉണ്ട്, അതൊരു സാധാരണ ഒരു സുന്നത്ത് നോമ്പല്ല. അല്ല, ശവ്വാൽ 6 നോമ്പ് സാധാരണ മാമൂലി നോമ്പല്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പ്രതിഫലം നിങ്ങൾ മനസ്സിലാക്കിയാൽ നാളെ മുതൽ തന്നെ നിങ്ങൾ നോക്കും. പണ്ഡിതന്മാർ ചൊല്ലൊരു ശവ്വാലിൻ്റെ നോമ്പുണ്ട് ചൊന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിനെ മുന്നിൽ വെച്ചിട്ട് മൻ സാമ റമളാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമിദ് ദഹർ.
റമദാൻ മാസം നോമ്പ് നോറ്റു, എന്നിട്ട് അതിരെ ഒട്ടികെ പെരുന്നാൾ കഴിഞ്ഞ് അതിരെ ഒട്ടികമേ ശവ്വാലിലെ 6 നോമ്പും പിടിച്ചിട്ടായെങ്കിൽ 1 വർഷം നോമ്പ് പിടിച്ചതിരെ പ്രതിഫലം. ഏത് നോമ്പ്? ഫർളായ നോമ്പ്. എൻ്റെ അഭിപ്രായമല്ല, ഫർളായ നോമ്പ് പിടിച്ചതിൻ്റെ പ്രതിഫലമാണ്. റമദാനിലെ നിങ്ങൾ നോമ്പ് പിടിച്ചതിൻ്റെ പ്രതിഫലം ഈ 6 നോമ്പും അല്ലാഹു തആല തണ്ടിട്ട്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിലെ, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിലെ പ്രഗൽഭരായ പണ്ഡിതന്മാർ ആ ഹദീസിനെ വിശദീകരിച്ചല്ലോ. അത്ര പ്രാധാന്യമുണ്ടത്. പിന്നെ തർക്കമുള്ള തങ്ങളുടെ ഇടയിൽ ആ നോമ്പ് എപ്പോൾ പിടിക്കണം? ശവ്വാലിൻ്റെ ഫസ്റ്റ് പിടിക്കണ, പെരുന്നാൾ കഴിഞ്ഞ ഉടനെ പിടിക്കണ, അത് ഇടപെട്ടിട്ട് പിടിക്കാമ? ഈ വിഷയത്തിൽ തർക്കമുണ്ടില്ലാണ്ടല്ല. ഒരു കൂട്ടം ആളുകൾ, ഒരു വിഭാഗം പണ്ഡിതന്മാർ ചൊല്ലരുത് അത് റമദാൻ കഴിഞ്ഞ ഉടനെ പെരുന്നാളിൻ്റെ പിറ്റേന്ന് തന്നെ പിടിക്കണം എന്ന ചിലർന്ന പണ്ഡിതന്മാരുണ്ട്. ഇനി വേറെ ചില പണ്ഡിതന്മാർ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ അഭിപ്രായം എന്തിനുണ്ട് ചൊന്നെങ്കിൽ അങ്ങനെ വേണിട്ടില്ല, ശവ്വാൽ അത് പിടിച്ച് തീർത്താൽ മയ്യാവും. അത് ശവ്വാലിൻ്റെ തുടക്കത്തിലും ആവാം ലാസ്റ്റിലും ആവാം, ശവ്വാൽ പിടിച്ച് തീർത്താൽ മതി, അത് കണ്ടിന്യൂ ആയിട്ടല്ല, ഒന്ന് ഇടപെട്ടും പിടിക്കാം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. പിടിയത്തല്ല മഹാനായ സൗദിയിലെ മുഫ്തിയായിരുന്ന ഇബ്നു ബാസ്, അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഈ അഭിപ്രായക്കാരനാണ്, ഇപ്പോൾ ചൊന്ന അഭിപ്രായക്കാരനാണ്. അദ്ദേഹം ചൊല്ലുന്നത് അങ്ങനെയാണ്: വഇൻ ഷാ സാമഹ ഫി അവ്വലി വഇൻ ഷാ സാമഹ ഫി അസ്നായി വഇൻ ഷാ സാമഹ ഫി ആഖിരി. ഒരാൾക്ക് വേണമെങ്കിൽ ശവ്വാലിൻ്റെ ഫസ്റ്റിലും പിടിക്കാം, നടുവിലും പിടിക്കാം, അവസാനത്തിൽ പിടിക്കാം. പക്ഷേ എന്നിട്ടും അയാൾ ചൊല്ലുന്നത് ആദ്യം ഫസ്റ്റ് പിടിക്കലാണ് ഏറ്റവും ഹൈറേണ്ട്. പിടിയത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇനിയും അവസരമുണ്ട് പ്രിയമുള്ളവരെ. അതേപോലെ നിസ്കാരത്തിൻ്റെ കാര്യം, അതേപോലെ മറ്റു ഇബാദത്തുകളുടെ കാര്യമെല്ലാം തന്നെ നാം റമദാനിൽ എന്തെല്ലാം സൽകർമ്മങ്ങൾ ശീലിച്ചോ അത് നാം നിലനിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിലനിർത്തുന്നത് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഉണ്ട് നമ്മുടെ പള്ളിക്കുള്ള കളക്ഷൻ ടിക്കർ എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. റമദാനിൽ എങ്ങനെ നിങ്ങൾ സംഭാവന ചെയ്ത് അതേപോലെ തെല്ല് പോലും കുറയാതെ അള്ളാഹുവിൻ്റെ ഭവനം അത് സംഭാവന ചെയ്താൽ ചെമ്മക്കൂലിയുള്ളതാണ്, എല്ലാവർക്കും പിടിയുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഉദാരമായ നിലക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം. പിന്നീട് ഒരു ഇബ്രാഹിയാക്കാണ്ട് ചൊല്ലുന്ന ഒരാൾ നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആദർശ ബന്ധുവാണ്. അദ്ദേഹം മേജർ അറ്റാക്ക് വന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ഇപ്പോൾ അയാൾ ഓപ്പറേഷനിലെ കളിഞ്ഞിറ്, പക്ഷേ തെല്ല് ക്രിട്ടിക്കലായ ഒരവസ്ഥയിലായിട്ടാണ് കേൾക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആ രോഗം എത്ര വേഗത്തിൽ പൂർണ്ണമായ ശിഫ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾ ഔത്തുക സന്തോഷത്തോടെ തിരിച്ചെത്തുക അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ തൻ്റെ കുടുംബത്തിൻ്റെ ഒട്ടിಗೆ വർഷങ്ങളോളം ജീവിക്കൊണ്ടുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഇടയിലേക്ക് എത്രയോ ആളുമാർ പല വിധത്തിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിറങ്ങും. ഞങ്ങളപ്പന്മാരുണ്ടാകും, ഉമ്മമാരുണ്ടാകും, പത്നിമാരുണ്ടാകും, മക്കളുണ്ടാകും, പതിമാരുണ്ടാകും. അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ ഫضل കൊണ്ട്, അവൻ്റെ വിശാലമായ ഔദാര്യം കൊണ്ട് പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നമ്മളെ ഇവിടെ നല്ല ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ വ്യവസ്ഥാപിതമായിട്ട് നല്ല ഒരു മദ്രസ ഇവിടെ നടന്നു പോകുക. അൽഹംദുലില്ലാ, തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആനും സുന്നത്തുമെല്ലാം പഠിപ്പാട്ടതായിട്ടിരിക്കുന്ന മദ്രസ. അതിന് ഈ അടുത്ത നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൻ്റെ അഡ്മിഷൻ ഷുറുവായിര് പിടിയത്തില്ല. എല്ലാവരും മങ്ങളെ സീറ്റ് ഉറപ്പാക്കണം വേഗത്തിൽ തന്നെ. ആർക്കെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ മക്കളെ LKGയിലോ UKGയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലാസ്സുകളിൽ ഏർപ്പാടുണ്ടെങ്കിൽ അങ്ങ് അതിലെ അഡ്മിഷൻ ഫോം എല്ലാം പൂരിപ്പിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ ഓഫീസിൽ നിന്ന് കിട്ടിയ അഡ്മിഷൻ ഫോം എത്ര വേഗത്തിൽ തന്നെ അതിൽ ഫില്ലപ്പ് ആക്കിയിട്ട് ഇവിടെ നിങ്ങൾ ആ സീറ്റ് ഉറപ്പിക്കണം. പിന്നെ കുറേ കഴിഞ്ഞാൽ ചിലപ്പോൾ സീറ്റ് കിട്ടാതെ വരാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ സീറ്റ് ഉറപ്പിക്കണം. അതുകൊണ്ട് അഡ്മിഷൻ്റെ കാര്യം മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യവും ഖൈറിലാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.